This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇവാലുവേഷൻ മീറ്റിംഗും സേ നോ ടു ഡ്രഗ് ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് കുര്യാക്കോസ് അഞ്ചിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ക്ലിൻ മാത്യു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു സ്വാഗതം ആശംസിച്ചു. CDO വിലാസിനി ചന്ദ്രൻ, യൂണിറ്റ് കമ്മിറ്റി അംഗം ഷാജി പി, യൂണിറ്റ് ഖജാൻജി ഫിലോമിന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. CDO ജോളി ജോജി നന്ദി രേഖപ്പെടുത്തി. വിളിച്ചപ്പം ഞാൻ തിരക്കാണെങ്കിലും ഞാൻ വരാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ഒന്ന് കാണാമല്ലോ, നമ്മുടെ സംഘടനയിലേക്ക് ഒന്ന് കടന്നു വരാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓടി വന്നത്. ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നമ്മൾ വരാൻ ഓരോ കാര്യങ്ങളുള്ളതുകൊണ്ട് ചുമ്മാ ഒന്ന് വരാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വരികയില്ല. അപ്പോൾ ഒന്ന് വിളിച്ചത് കൊണ്ട് എല്ലാവരും ഒന്ന് കാണാനും ഇങ്ങോട്ടൊന്ന് കടന്നു വരാനും എനിക്കൊരു അവസരം ഉണ്ടാകും. അതുകൊണ്ട് വിളിച്ച സംഘാടക സമിതിയെ ഷാജിയെ, സെക്രട്ടറി ഫിലോമിന എന്നെ ആദ്യം വിളിച്ചത് സെക്രട്ടറിയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അറിയാലോ, നമ്മുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത്, സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് ഇപ്പം ന്റെ സംഘം ഒത്തിരി സന്തോഷമുണ്ട്. അവരുടെ നേതൃത്വത്തിലെ 4 സംഘം പുതിയ നമ്മുടെ ഈ ചെറുപുഴയ്ക്ക് ഒരു മൽക്കൂട്ടായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവിടെ ബോധവൽക്കരണം നടക്കുന്നുണ്ട്, അവിടെ പഞ്ചായത്ത് തന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ശ്രേയസിയുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. വടകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 23 വയസ്സുള്ള ഒരു ചെക്കൻ, അവൻ നടു റൂട്ടിൽ നിന്നുകൊണ്ട് ഒരു തുണിയില്ലാതെ വരുന്ന വണ്ടികൾക്കും അതേപോലെ തന്നെ നാട്ടുകാർക്കും എതിരെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് +2 SLC ഫുൾ A+ ആണ്, +2 ഫുൾ A+ ആണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു, ഇടപെട്ട് അവനെ പിടിച്ചുകൊണ്ട് പോയി. അവന്റെ വീട്ടിലെ സ്റ്റേഷനിലേക്ക് വരുത്തി. അപ്പോഴാണ് ഈ സംഭവത്തിന്റെ ചുരുൾ അറിയുന്നത്. ഇവന് അമ്മ പറഞ്ഞു, ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ചെറിയ എന്തെങ്കിലും പ്രശ്നമാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങ് വിട്ടു. നോക്കുമ്പോൾ പോലീസ് അവന്റെ വീട് സെർച്ച് ചെയ്തപ്പോഴാണ് മാരകമായിട്ടുള്ള മയക്കുമരുന്നിൽ അടിമയായിട്ടുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നു. അന്നേരമാണ് ഇതിന്റെ അമ്മ അല്ലെങ്കിൽ ഇതിന്റെ അച്ഛൻ ഇതിന് ബോധവാനാകുന്നത്. ഇപ്പൊ നിങ്ങളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ മക്കളുണ്ടാവും. അപ്പോ ഈ മക്കളുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കള് സ്കൂളിൽ പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും കൃത്യമായിട്ട് അവരുടെ ബാഗ് ചെക്ക് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, അവരെവിടൊക്കെ പോയെന്ന് കൃത്യമായിട്ട് നിങ്ങൾ സംസാരിക്കണം. അല്ലെ രാവിലെ സ്കൂളിലേക്ക് വിട്ട് വൈകുന്നേരം ഒരു മോനെ എന്നാ പഠിച്ചത്, ഇന്ന് ഹോംവർക്ക് ഉണ്ടോന്ന് മാത്രം ചോദിച്ചിട്ട് നിർത്തരുത്. നിങ്ങൾ അവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ അവരോട് ചോദിച്ചറിയാൻ ശ്രമിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി. അങ്ങനെ ചെയ്തു കഴിയുമ്പം മോനെ എവിടെയാ പോയത്, മോനെ ആരൊക്കെ കണ്ടു, മോനപ്പോ ഇന്ന് പോകുന്ന വീട്ടിൽ ഒരു ചേട്ടനെ കണ്ടു ടൗണിൽ നിന്ന്. അപ്പൊ ചേട്ടനിൽ വന്നപ്പോൾ ചെറിയൊരു മുട്ടായി തന്നു, എന്തെങ്കിലും ചോദിക്കാമോ. അപ്പം ആ മുട്ടായുടെ കള്ളാസിൽ എന്ത് തരം മുട്ടായിയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു വരുമ്പോഴാണ് പോലീസിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അറിയിക്കില്ല. അല്ലാതെ നിങ്ങൾ ചോദിക്കാതെ മോന് ഫുൾ A+ കിട്ടുന്നുണ്ടോ, മോൻ പഠിക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് കാര്യങ്ങൾ കൈവിട്ടു. നമുക്കറിയാം, ഈ ചെറുപുഴ എന്ന് പറയുന്ന മലയോര പട്ടണത്തില് നമുക്കറിയാം സാമൂഹിക നന്മയും അതേപോലെ തന്നെ ക്വാളിറ്റീസും ഉള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കൊച്ചിയിൽ, തൃശ്ശൂർ, ഞാൻ തൃശ്ശൂരാണ് മുമ്പ് ജോലി ചെയ്തിരുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ഓരോ മൂലയ്ക്ക് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞ് ഒരുത്തന്റെ കീശ എത്തിയാൽ ഈ 500 രൂപ കിട്ടുന്ന ചെറിയ കഞ്ചാവിന്റെ പൊതി കിട്ടും. ഇപ്പം ഇത് വളരെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഉരുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോ കൃത്യമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സമയത്ത് ചോറിന്റെ കൊണ്ട് വരി കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ മൊബൈൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ് 9ാം ക്ലാസ് വരെ തീരെ വെച്ചിട്ടുണ്ട് കേരളത്തിൽ, അറിയാമോ? അതും ബാത്റൂമിൽ വെച്ചിട്ട് എവിടെ അറിയാം, പൈപ്പിൽ വെറുതെ കെട്ടിയിട്ട് ഇങ്ങനെ പേര് നമുക്കറിയാം. ഈ ത്രോട്ടിന്റെ ഭാഗത്ത് നമ്മൾ ഈ തെങ്ങ് അല്ല മറ്റേ മരത്തെ തീരണ്ട ചാകണമെങ്കിൽ ചാകാൻ പോകുന്നതോടെ പറഞ്ഞേക്കും, മനസ്സിലായ മരത്തെ തൂങ്ങണ്ട. എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രഷർ മതി, ആള് ചത്തുപോകും. അപ്പം ഈ കൊച്ചെല്ലാം പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷെ യഥാർത്ഥത്തിൽ മരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞത് മൊബൈൽ അടിമയായിട്ടുള്ള വ്യക്തി അടിമയായിട്ട്. അപ്പം നിങ്ങളുടെ തലച്ചോറിന്, നിങ്ങളുടെ മനസ്സിന്
അത് നിങ്ങൾക്ക് പറ്റില്ല, അതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സാധനമാണ് ലഹരി. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഹരിയാകാം. നിങ്ങളുടെ മക്കൾ എത്ര പേര് വായിക്കുന്നവരുണ്ട്? ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ അഡീഷണൽ എസ് പി സാറ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും OV വിജയന്റെയും അതേപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മൺമറയുക എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമാണ്. നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം അറിയാമോ? വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ ആരാ? നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ? രാവിലെ ഓടി കൊടുക്കും. അല്ല, മക്കളെ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മൊബൈൽ കൊടുത്ത് പരിശീലിപ്പിക്കുന്നത്. ആദ്യത്തെ കാര്യം ബാഗ് ചെക്ക് ചെയ്യണം. രണ്ടാമത്തേത് മൊബൈൽ കൊടുത്ത് പരിശീലിക്കും. നിങ്ങൾക്ക് കൂടെ വാങ്ങാം, മക്കളോട് മാത്രമല്ല കേട്ടോ. മൊബൈൽ നമ്മുടെ ആവശ്യമില്ല. ഞാൻ പറയട്ടെ, ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം എനിക്ക് 2 മൊബൈലുണ്ട്. ഒന്ന് പേഴ്സണൽ മൊബൈൽ, ഒന്ന് ഒഫീഷ്യൽ മൊബൈൽ. ഈ 2 മൊബൈലും എനിക്ക് ആവശ്യമാണ്. പക്ഷേ ഇത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ഇതുപോലെ ഉപകാരപ്പെടുന്ന സാധനമില്ല. ഇനി ഞങ്ങളുടെ സ്റ്റേഷനിൽ വരുന്ന പരാതികളിൽ 90% ഈ മൊബൈൽ വഴി കണക്ട് ആക്കിയിട്ട് ഉള്ള ഭാര്യ ഒരാളുണ്ടാവും, പിന്നെ വേറെ ഉണ്ടാവാത്ത ഭാര്യയ്ക്ക്. പിന്നെ അത് നമ്മൾ പോലീസ് ഇടപെടണം. ഒരു ഭർത്താവ് ഉണ്ടാവും, വേറെ 2 വേറെ ആൾ, വേറെ കണക്ഷൻ. അത് ഞാൻ പറയുന്നതിന്റെ കാരണം മനസ്സിലായി. ഇത് അതായത് തന്നെ അത്രയ്ക്ക് വഴിതെറ്റി പോകാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം കൂടിയാണ് ഈ മൊബൈൽ. അപ്പൊ ഞാനിപ്പോ മയക്കുമരുന്നിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം ഇത് എല്ലാവരിലും എന്നാൽ നമ്മളിപ്പോ ഒരു യോഗത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്ന കാണുന്നില്ല. അവരെല്ലാം ഗ്രൗണ്ടിൽ കുത്തിയിരുന്ന് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പുളിയോ പാലങ്ങളുടെ ചെക്കിങ്ങിന് ചെയ്യുന്ന സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാം അറിയോ, മിനിമത്തെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫയർ ഫൈറ്റിന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെയുള്ള ആള് അമേരിക്കയിലുള്ളതായിട്ട് കളിക്കും. ഞാൻ പറഞ്ഞു അത്ര. അപ്പം ഈ ഒരു സാധനം നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് ലഹരിയായി കഴിഞ്ഞാൽ ജീവിതം അബദ്ധമായി പോകും. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ പുസ്തകങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ വായിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പുസ്തകമായിട്ട് വായിക്കുന്നതും മൊബൈലിൽ വായിക്കുന്ന വ്യത്യാസമില്ല. നിങ്ങൾ മൊബൈലിൽ നോക്കി ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ കുറെ നേരം എന്താവും, ആ സ്ക്രീനിന്റെ പ്രസൻസ് ഉണ്ടായിട്ട് റേഡിയേഷൻ വരാൻ പറ്റും. സാധാരണ ഒരു പുസ്തകങ്ങൾ വായിച്ചു കഴിയും. ഇന്നത്തെ വായനശാലകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രന്ഥശാലകൾ ഇവിടെ ചെറിയതുണ്ട്, പാഠശാലകളുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്കും ഒക്കെ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ ആഴ്ചയിൽ ഒരു പുസ്തകം വെച്ച് കഴിച്ചു കഴിക്കും. നിങ്ങൾ ഒരു കത്തി വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തുരുമ്പെടുക്കും. കത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നാലോ, മൂർച്ച കൂട്ടിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ത് സാധനം കുത്തിയാലും മുറി. നമ്മുടെ മനസ്സും ഇതേപോലെ തന്നെയാണ്. നമ്മളിത് വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ, മൊബൈലിൽ കൂട്ടിക്കൊണ്ടിരുന്നാൽ ഇതിങ്ങനെ മൃഗങ്ങൾക്കും അതപ്പറ്റിച്ച ഒരു സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 049852424140, മൊബൈൽ 6238064141.